ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രണ്ട് പേരുണ്ട് ഈ സമയം വരെ എണീക്കാതെ കിടക്കുകയാണ് കേട്ടോ. അപ്പം സമയം 8:15 രണ്ട് പേർക്ക് എണീക്കേണ്ട യാതൊരു വിചാരവുമില്ല. എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അമ്മ. അമ്മ കുറച്ച് ബിസിയാണ് കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്നൊരു സഹായം അമ്മ പ്രതീക്ഷിക്കണില്ല, അതുകൊണ്ടെല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. രാവിലത്തെ ചായയും കടിയൊക്കെ ആയിതാ നമ്മുടെ കടയ്ക്കുള്ള ഉള്ളിവട ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഉള്ളിവട മാവ്. ഇതാ ഉള്ളിവട. അമ്മയ്ക്കൊന്ന് കുറച്ച് നേരം വഴിക്കിട്ടോ, കാരണം ഇതൊക്കെ നേരത്തെ കൊണ്ടു ചെല്ലണം. കഴിഞ്ഞോ? ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അനിയത്തി പോയി, ചോറും കറിയും അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നേരം വൈകിയത്. പിന്നെ ഞാനൊന്നും സഹായിക്കാനൊന്നും ഇല്ലല്ലോ. സഹായിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിരുന്നു. അതിരാവിലെ ഒരാൾ നീറ്റ് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. രാത്രി ഒരുപാട് വൈകിട്ടാണ് ഈ രണ്ട് സാധനങ്ങളും ഉറങ്ങാറ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണത് ഇവിടെ. രാത്രി എത്ര നേരത്തെ കിടക്കാൻ പറഞ്ഞാലും കിടക്കൂല, അങ്ങനെ നിൽക്കും അവിടെ. എന്നിട്ട് രാവിലെ പിന്നെ നീക്കാൻ ഭയങ്കര മടി അല്ലേ കുഞ്ഞാ? ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പറഞ്ഞ. ഇതാണ് നമ്മുടെ ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മെല്ലെ ഞാനത് കടയ്ക്ക് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട്. അവിടെ നിന്ന് ചിലപ്പോൾ അച്ഛൻ്റെ ആട്ടമൊക്കെ കേൾക്കാം. ആകെ പ്രതീക്ഷ രണ്ടും കളിപ്പിച്ചിട്ട് തന്നെ കൊണ്ടുപോകണത്. ഫ്രണ്ട്സ്, നമ്മളിതാ ഉള്ളിവടയും കൊണ്ട് കടയിലേക്ക് പോവുകയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് കാണുന്നത്. എന്താവുന്നു യാതൊരു പ്രതീക്ഷയില്ല. ചിലപ്പോൾ കലിപ്പും കട്ടിങ് നിൽക്കുന്ന മൈ ഹാർട്ട്. അപ്പോൾ നമ്മൾ കടയിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കടയിലെത്താനായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കട. ഇതാണ് എൻ്റെ അച്ഛൻ ഇവിടെ കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഇവിടെ ചായക്ക് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മളെ ഉള്ളിവട വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിതാ കടയിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, കലിപ്പൊന്നുമില്ല. പിന്നെ ഇതാ താത്ത, നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലത്തെ താത്താക്ക് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ രണ്ടുപേരും അവിടെ എണീറ്റ് എന്തൊക്കെയാണെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. അമ്മേനെ കഷ്ടപ്പെടുത്തിയൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം എന്തായാലും വീട്ടിലേക്ക്. കടയിൽ നിന്ന് പോരുമ്പോൾ ഇതാ ഒരുപാട് വീടുകളുള്ളൊരു ഏരിയ ആണ് നമ്മുടെ ഈ ഏരിയ അറിയണത്. കണ്ടോ, തൊട്ടടുത്തടുത്തടുത്ത് ഇങ്ങനെ വീടുകളുണ്ട്. ഇഷ്ടംപോലെ വീടുകളുള്ളൊരു നാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഞാൻ വല്ലപ്പോഴുള്ളൂ വരാറ്. ഞാൻ പറയാം, നിങ്ങൾക്ക് തന്നെ അറിയാറുണ്ടാവും, ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴെങ്കിലേക്കുള്ളൂ പോവാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ കിട്ടുന്നത് 2 ദിവസം സ്കൂൾ മുടക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ പോകുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഏട്ടൻ്റെ പ്രാവശ്യം അങ്ങനെ പോയതാണല്ലോ, മീറ്റിങ്ങിന് പോയതല്ലേ. അപ്പോൾ ആ ഒരു 2 ദിവസം എന്തായാലും ഞാൻ നാളെ പോവും. അപ്പോൾ ഇതാ നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇഷ്ടം പോലെ നായ്ക്കളും പൂച്ചകളും ഒക്കെ ഉണ്ട്. പിന്നെ പന്നികളും അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൂടെ ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള താത്താൻ്റെ വീടാണ്. ഇവിടേക്കുള്ള സാധനമാണ് കേട്ടോ ഞാൻ കൊണ്ടുവരുന്നത്. താത്ത ഉണ്ടോയെന്നൊന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം. അതാണ് എൻ്റെ വീട്. അവിടെ 2 പേര് എന്തൊക്കെയോ സൗണ്ടൊക്കെ ആകെ കപ്പക്കുപ്പി നടക്കുന്നുണ്ട്. താത്താനെ നമുക്കൊന്ന് കോണിയും ബെല്ലടിച്ച് നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ നമ്മുടെ താത്താൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോരുകയാണ്. താത്ത പിന്നെ വീഡിയോയ്ക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ കടയ്ക്ക് പോയതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അവിടെ രണ്ടുടെ എക്സ്പ്രഷനൊക്കെ നമുക്ക് നോക്കാം. എന്താ ഇവിടെ പണി? എൻ്റെ ഭഗവാനെ, ഇത്രയും നേരം ഇവിടെ ചീച്ചു വയ്ക്കാൻ മടിച്ച് എന്നിട്ട് പിന്നെ കണ്ടപ്പോൾ കണ്ടോ അമ്മ ചീച്ചുണ്ട്. അപ്പം അമ്മമ്മയോട് പറയാൻ പറ്റൂല? പറ്റൂല? അമ്മ തന്നെ വരണോ? ഇടി കാളിപ്പന്നെ വാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ കുട്ടീനെ ഒന്ന് ചീച്ചു വയ്പ്പിച്ചിട്ട് വരാട്ടോ. ഇതൊരു കിടുമണിയാണോ ഫ്രണ്ട്സ്. രാവിലെ ഒരാൾക്ക് ഇവിടെ നെയ്യപ്പവും ചിക്കനുമാണ്. ഞങ്ങൾക്ക് നെയ്ച്ചോറ്. നിനക്കതാ ഇഷ്ടം?
ഇവിടെ ഒരു നെയ്യപ്പ പ്രേമിയുണ്ട്. രണ്ടെണ്ണം ഇഷ്ടം. ഇവിടെ ഒരു നെയ്യപ്പ പ്രേമിയുണ്ട്. അയാൾക്ക് ഇവിടെ വന്നാൽ അമ്മയുടെ എപ്പോഴും നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന പണി തന്നെയാണ്. ചായ കടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അമ്മ കുളിച്ച് വരട്ടെ. അമ്മേനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പിന്നെ കടയിൽ നിന്ന് വരാൻ ഒരുപാട് സമയമാകും. ഒരു 12 മണിയൊക്കെ ആവട്ടെ അച്ഛൻ എത്തണമെങ്കിൽ. അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അമ്മേനെ വെയിറ്റ് ചെയ്യാണ്. ഇതാ ഇവിടെ എല്ലാവരും ഉണ്ട്. അനിമോളുണ്ട്, ദേവൂട്ടനുണ്ട്. അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതെയോ, ഒറ്റ മിനിറ്റ് ക്യാമറ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബിരിയാണി അല്ല, നെയ്ച്ചോറ്. ഇതാണ് നെയ്ച്ചോറ്. അപ്പൊ നീ ബിരിയാണി നിർത്തിയോന്ന്? നെയ്യപ്പ് നിർത്തിയോ? നമുക്കിനി നെയ്ച്ചോറ് കഴിക്കാട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളിതാ ചായ കുടിക്കാൻ പോവാണ്. ഇതാണ് അമ്മ കുളിച്ചു. ഒരു മണിക്കൂറായി ചായ കുടിക്കാൻ ഇരുന്നിട്ട് ഇന്നും നീട്ടിട്ടില്ല. അപ്പൊ ഞങ്ങളെ കൂടെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുളിക്കാത്ത 2 അണ്ണാച്ചികളുണ്ട് ഇവിടെ. ചായ കുടിയൊക്കെ കഴിഞ്ഞതാ 2 പേര് ഇവിടെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല കളിയിലാണ്. കികി കികി ഒരു നേരം അടങ്ങി നിൽക്കാത്ത ഒരാളെ കാട്ടിക്കൊടുക്കട്ടെ എഴുതിയിട്ടേ. നിങ്ങളെ തന്നെ നിങ്ങളേ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുക. തൊടികൊക്കെ മുറ്റാക്കി കൊടുക്കണ ആളെ കാട്ടി കൊടുക്കുക. അതാ പിന്നെ ഉള്ളത്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീട്ടിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ എന്തോ ഉണ്ടമ്മ, ചീഞ്ഞ മണമുണ്ട്. മീനിൻ്റെ അല്ലേ? മീൻ അമ്മ വെണ്ണീരൊക്കെ ഇട്ടേന്നു. മീനിൻ്റെ സ്മെല്ലാണ് എഴുതിയുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ്. ഇതൊക്കെ ഇങ്ങനെ ക്ലീനായി കിടക്കണ കാരണം ഇതാ ഇവിടെ ഒരാൾ അടങ്ങിയിരിക്കാത്ത ഒരാളുണ്ട്. അമ്മേത് എന്താ പാതാളത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ? ഇത് എൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. എൻ്റെ അച്ഛമ്മയ്ക്ക് ഭ്രാന്താണ്. ഇത് ഫുള്ള് നമ്മുടെ സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ അച്ഛമ്മയാണ് ഇങ്ങനെ ആക്കി തീർക്കണത്. ഇവിടെ ഈ ചമ്മലയും കൂടി അടിച്ചു വാരി സെറ്റായി. ഒരു മൺപുല്ല് പോലും ഇല്ല. അത്രയും ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. അതിന് കാരണം എന്താ അറിയോ? ഈ കൈക്കോട്ടുണ്ടോ, ഇത് എടുത്തേക്കണ ഒരു പരിപാടി വേറെ ഇല്ല. ഇതിൻ്റെ ചാനലിലോ കൂട്ടുകാരോട് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ കാണും. പാത്രം കഴുകണൊക്കെ വെള്ളം അച്ചമ്മ ഓരോ ഇതിക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാലുകൾ കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് പെരിച്ചായി, ഞങ്ങളുടെ നാട്ടിൽ പെരിച്ചായി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല. അപ്പം അത് വലിയൊരു മട ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മട ഒന്ന് കാണിച്ചു കൊടുത്തട്ടെ മാറിനെ. അമ്മേ ഉണ്ടോ, ഈ ഒരു കല്ല് ഫുള്ള് കല്ല് കൊള്ളാൻ മാത്രമേ ഒരു കുഴി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഫുള്ള് വെള്ളം അങ്ങടാ പോണത്. ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങണില്ല. അപ്പം അത് നമ്മൾ തൂർക്കുകയാണ്. എന്നാലും ഇപ്പോൾ കണ്ടോ, ഇത് ഫുള്ളിങ്ങനെ
ഇങ്ങനെ ഒരു ചാല് കീറി കൊടുത്തിട്ട് ഇതിങ്ങനെ ഇതാ നമ്മളെ തെങ്ങിൻ കുഴിയിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇതാ അലക്കുന്ന വെള്ളം അതിങ്ങനെ ഇങ്ങനെ വന്നാൽ ഇതും നമ്മുടെ തെങ്ങിൻ കുഴിയിലേക്ക് പോകും. ഇതൊക്കെ നമ്മളെ തെങ്ങിനൊക്കെ നല്ലതാണ്, ഇങ്ങനെ ചെയ്ത് കൊടുക്കും. പക്ഷെ ഇതൊക്കെ അങ്ങനെ ചെയ്യാനും വേണമൊരിത്, എനിക്കൊന്നും ഇല്ലാത്തതാണ് വേറെ കാര്യം. ഇന്നും ഇതിന് കിട്ടൂല. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിലൊക്കെ ഇപ്പോൾ മഞ്ഞൾ കുഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ മഞ്ഞൾ കൃഷി ഉണ്ടായിരുന്നു ഇവിടെ. ഒക്കെ ഇപ്പോൾ മഞ്ഞൾ പറിച്ച് അടുത്തത് കുഴിച്ചിടും. ഇപ്പോൾ കുഴിച്ചിടാനായോ? അത് ശരി. ആ കേട്ടില്ലേ, ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്തായാലും കുംഭത്തിലല്ലേ പറിക്കുക? എന്തായാലും മകരത്തിലാണ് മഞ്ഞൾ പറിക്കുക. അപ്പോൾ പറിച്ചപ്പോൾ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ പുഴുങ്ങിയത് കഴിഞ്ഞില്ലേ? മഞ്ഞൾ പുഴുങ്ങിയില്ലേ? പുഴുങ്ങി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ മഞ്ഞൾ പറിച്ച് പുഴുങ്ങലൊക്കെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തന്നേന്നു. നോക്കട്ടെ അറിയാം. നല്ല മഞ്ഞളാണ്. പൊടിപ്പിച്ച് തരില്ല ഞങ്ങള്? ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് ഞാൻ പൊടിപ്പിച്ചോണ്ട് എന്നാൽ. പിന്നെ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടോ? പപ്പായ, കറൂത്ത. ഇവിടെ കറൂത്ത എന്ന് പറയും, കറുമൂസ എന്ന് പറയും, കപ്ലങ്ങ എന്ന് പറയും. കപ്ലങ്ങ ഇതിനല്ലേ നീമ പറയാ? കപ്ലങ്ങ എനിക്കിഷ്ടമായിട്ട് ഇവിടെ കാണാൻ നല്ല രസമാണ്. കാണാൻ രസമുണ്ട്, കാരണം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് കൊണ്ടാണ്. ഇതെന്താ ഈ പ്ലാവിനെ പറ്റിയത്? മുറിച്ചതാ? പ്ലാവ് മുറിച്ചതാ? അതെന്തേ? അല്ലെങ്കിൽ ഒന്ന് ഇതാക്കുമ്പോൾ ഒന്ന് പോണത് നല്ലതാണ്. ഒന്ന് ശരിയാക്കുമ്പോൾ ഒന്ന് പോണത് നല്ലതാണ് അറിയാം. ആടാ ഇവിടെ കാകണ്ട് പെരിച്ചതിൻ്റെ മട. ഇതാ അവിടെ ദേവൂട്ടുണ്ട് ഇതിനിവിടെ. ഇതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. അവിടെ പോയി കളിക്കുകയാണ്. കുട്ടി എവിടെ? അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. ഇവിടെ എൻ്റെ അച്ഛനെ മറവ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ കല്ലിങ്ങനെ കണ്ടില്ലേ, അവിടെയാണ് എൻ്റെ അച്ഛനെ മറവ് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് പഠനം. വേഗം എഴുതിക്കോ. എന്താ വായിക്കുക? ജെന്റിൽ വിൻഡ് ഈസ് കോൾഡ് ബ്രീസ്. അങ്ങനെ പറയല്ല, ഒരെണ്ണം പറയും. ഇന്ന് ഞങ്ങൾക്ക് കറി ചെരങ്ങാത്താളിപ്പും പയറുപ്പേരിയുടെ പയറുപ്പേരി മീൻ വറുത്തതുമാണ്. അമ്മ മീൻ വറുക്കാൻ നിൽക്കുകയാണ്. അമ്മ മീനെവിടെ? മീൻ വറുക്കമ്മ. ചോറിനുണ്ടേ നമുക്ക്? എന്തുഞ്ഞേ? എന്താണ്? വിശക്കണുണ്ടോ? അത് ശരി. ഇപ്പം മാതാശ്രീ ഇവിടെ മീൻ വറുക്കുകയാണ്. മീനുണ്ടാക്കട്ടെ. എന്നെ വിളിക്കണേ അപ്പരട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. നിങ്ങളുടെ സപ്പോർട്ടിന് മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.